ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 13. ത്രിഭിർഗുണമയൈർഭാവൈ യേഭിഃ സർവമിദം ജഗത് മോഹിതം നാഭിജാനാതി മാമേഭ്യ പരമൗവ്യയം. 3 ഗുണമയങ്ങളായ ഈ ഭാവങ്ങളാൽ ഈ ജഗത്ത് മുഴുവനും മോഹിതമാണ്. ഇവയ്ക്ക് ഉപരിയുള്ള നാശരഹിതനായ എന്നെ ഒട്ടറിയുന്നുമില്ല. ഇവിടെ ഈ കാണപ്പെടുന്ന പ്രകൃതി ത്രിഗുണങ്ങളാൽ മോഹിക്കപ്പെട്ട് ത്രിഗുണങ്ങൾക്ക് പരവും അധിഷ്ഠാനവുമായിരിക്കുന്ന ആത്മതത്വത്തെ ജനങ്ങൾ അറിയാതെ പോകുന്നു. അവിടെ സാത്വികമായ ഗുണത്തിൻ്റെ ഭാവം എന്ന് പറയുമ്പോൾ സുഖമാണ്. രാജസികമായ ഗുണത്തിൻ്റെ ഭാവം എന്ന് പറയുമ്പോൾ അത് ദുഃഖമാണ്. താമസികം എന്ന ഭാവത്തിൻ്റെ ഭാവം എന്ന് പറയുമ്പോൾ അത് മോഹാത്മകമാണ്. ഇങ്ങനെ സുഖ ദുഃഖ മോഹാത്മകങ്ങളാണ് ഈ പ്രകൃതി. സത്വം പ്രകാശഗുണമുള്ളതും രജസ് പ്രവൃത്തി ഗുണമുള്ളതും തമസ് സ്ഥിതി ഗുണമുള്ളതും എന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള ത്രിഗുണങ്ങളാൽ ഈ ജഗത്തഖിലവും ഭ്രമിക്കപ്പെടുകയാണ്. ശരിയും തെറ്റും തിരിച്ചറിയാത്ത അവസ്ഥയിൽ ഉഴറുകയാണ്. ഇങ്ങനെ സത്വരജതമോ ഗുണാത്മികമായ ആ ഭാവത്തോടു കൂടിയ ആ വ്യത്യസ്ത അനുപാതത്തിലുള്ള ചേർച്ചയാലാണ് ഈ സർവപ്രപഞ്ചത്തിൻ്റെയും ആവിർഭാവങ്ങൾ. ഇവരുടെ ഘടകങ്ങൾക്കനുസരിച്ചാണ് എല്ലാ വസ്തുക്കൾക്കും എല്ലാ ഭാവങ്ങളും ഉണ്ടാവുന്നത്. അതായത് ദേഷ്യമായാലും അതുപോലെ തന്നെ നല്ല സാത്വികങ്ങളായിരിക്കുന്ന ഒരു ശാന്തമായ ഭാവമാണെങ്കിലും അതുപോലെ തന്നെ ശരിയും തെറ്റും തിരിച്ചറിയാതെ ഭ്രമിക്കുന്ന അവസ്ഥയായാലും ഒക്കെ നിശ്ചയിക്കുന്നത് ഈ ഗുണഘടനയാലാണ്. അതുകൊണ്ട് തന്നെ ഈ സത്വ രജ തമോ ഗുണങ്ങളായിരിക്കുന്നവ നമ്മെ തളയ്ക്കപ്പെട്ട് അവയ്ക്കുപരിയുള്ള ഞാൻ ആത്മാവാണ് എന്നുള്ളതിനെ അറിയാതെ പോകുന്നു. ഈ മോഹവലയത്തിൽ നമ്മൾ അങ്ങനെ പെട്ട് ദുഃഖ സമ്മിശ്രങ്ങളായ ജീവിതം നയിക്കുന്നു. രാഗവും ദ്വേഷവും മോഹവും തുടങ്ങിയ വികാരങ്ങളാൽ നമ്മൾ ബന്ധിക്കപ്പെടുന്നു. ആത്മാവ് എന്ന് പറയുന്നത്, അതായത് ഞാൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ വികാരരഹിതമാണ്. യാതൊരുവിധ വികാരങ്ങളാലും ബാധിക്കപ്പെടാത്തതാണ്. എന്നാൽ തൻ്റെ ഈ വാസ്തവികമായിരിക്കുന്ന സ്വരൂപം താൻ അതാണെങ്കിലും, താൻ സുഖസ്വരൂപിയോ ദുഃഖസ്വരൂപിയോ ഒന്നുമല്ലെങ്കിലും ഈ ഗുണങ്ങളാൽ കൽപ്പിക്കപ്പെടുന്ന വികാരങ്ങളോട് ചേർന്നിരിക്കുന്ന കാലഘട്ടത്തിൽ, അതായത് ഈ പ്രകൃതി ഭാവങ്ങളോട് ചേർന്ന് വ്യവഹരിക്കുന്ന കാലത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നു? വികാരവാനെ പോലെ ആകുന്നു. വാസ്തവത്തിൽ ആത്മാവിനെ വികാരം ബാധിക്കുന്നില്ലെങ്കിലും വികാരവാനെ പോലെ സുഖദുഃഖ സമ്മിശ്രമായ ഈ ജീവിതത്തിൽ നമ്മൾ വാസ്തവികമായത് അറിയാതെ കടന്ന് നട്ടം തിരിയുന്നു. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ഈ 3 ഗുണങ്ങൾ എന്നുള്ളത് ത്രിഗുണാത്മിക എന്ന് പറഞ്ഞു. അത് സർവവ്യാപിയായ വിഷ്ണുവിൻ്റെ അനന്യശക്തിയാകുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അനന്യശക്തി എന്ന് പറഞ്ഞാൽ അന്യമല്ലാത്ത ശക്തി. വിഷ്ണു എന്ന് പറയുമ്പോൾ അവിടെ സർവത്തിലും കുടികൊള്ളുന്ന ചൈതന്യം എന്നർത്ഥം. അപ്പൊ സർവപ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യ വിശേഷത്തെയാണ് ഇവിടെ ദ്യോതനാത് ദേവ എന്ന നിരുക്തി അനുസാരം വൈഷ്ണവീ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ തന്നെ ശക്തിയാലാണ് നമ്മൾ മോഹിക്കപ്പെടുന്നത്. അതിനെന്തേ വഴിയുള്ളൂ? അതിന് ഭഗവാനെ അറിയാം. ആ മായാശക്തിക്ക് ഉപരി എത്തണമെങ്കിൽ മായാവിയെ ശരണം പ്രാപിക്കുക.
അതുകൊണ്ട് പറയുന്നുണ്ട് യാ മാ സാ മായ. യാതൊന്നാണോ ഇല്ലാത്തത് എന്നാൽ വ്യാവഹാരിക തലത്തിൽ ഉണ്ടെന്ന് തോന്നിക്കുന്നത്, അതാണ് മായ. അപ്പൊ പ്രമാണ വിചാര ദശയിൽ മാത്രമേ ഈ മായ ഇല്ല എന്നുള്ളത് അറിയൂ. വാസ്തവത്തിൽ ഇല്ലാത്തതിനെ ഇല്ലെന്നും വാസ്തവത്തിൽ ഉള്ളതായിരിക്കുന്ന പരമാത്മാവിനെ ബോധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിരന്തരമായ വിചാരം വേണം. ഈ മായയെ എങ്ങനെ തരണം ചെയ്യാം, ഇതാണ് ഇനി അടുത്തതായിട്ട് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ജഗത്തിനാധാരമായി ഒരു പരമാത്മാ സത്യം, ആ പരമാത്മാവുണ്ടെങ്കിൽ മനുഷ്യരെന്തുകൊണ്ടാണ് അതറിയാതെ പോകുന്നത്? അതിന് ഉത്തരം തരികയാണ് ഇവിടെ ചെയ്യുന്നത്. സത്വരജ തമോ ഗുണങ്ങളുടെ വികാരങ്ങളിൽ ഭ്രമിക്കുന്നവർക്ക് ഈ സത്യത്തെ അറിയാതെ പോകുന്നു. ഈശാവാസ്യോപനിഷത്തിലൊരു മന്ത്രമുണ്ട്, ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം. ഹിരൺമയമായ, അതായത് സ്വർണമയമായ ആകർഷകമായ മൂടി കൊണ്ട് ഈ സത്യത്തിൻ്റെ മുഖം മൂടിയിരിക്കുന്നു. സത്യദ്രഷ്ടാവായ എനിക്ക് ആ മൂടിയൊന്ന് മാറ്റിത്തരയണമേ. ഇവിടെ ആ മായാകാര്യം കൊണ്ടാണ് നമ്മൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ വാസ്തവികമായ ആത്മഭാവത്തെ കാണാതെ പോകുന്നത്. പാമ്പ് കയറിനെ മറച്ചു കളയുന്നു. പാമ്പെന്നുള്ള ഭാവം വരുമ്പോഴേക്ക് അവിടെ കയറിനെ മറച്ചു. കാരണം മായയ്ക്ക് രണ്ട് ഭാവങ്ങളുണ്ട്, ഒന്ന് വിക്ഷേപം, മറ്റൊന്ന് ആവരണം. പാമ്പിനെ നമ്മൾ മുമ്പ് കണ്ട പാമ്പിൻ്റെ ഭാവം ഉള്ളിലുണ്ട്. ഒരു കയറ് കണ്ടപ്പോൾ ആ കയറിൽ പാമ്പിനെ വിക്ഷേപിച്ചു, ആരോപിക്കപ്പെട്ടു. അതിൽ ആ സമയത്ത് കയറല്ല, പിന്നെ നമ്മുടെ ഉള്ളിൽ അത് കയറല്ല, അത് പാമ്പാണ്. അങ്ങനെ ആ സമയത്ത് ഇത് പാമ്പാണെന്ന് ധരിക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ട്? അവിടെ കയറിൻ്റെ യാതൊരു ലാഞ്ചനയുമില്ല. ഇതുപോലെ മായയിൽ ഭ്രമിക്കുന്ന കാലത്തോളം ഞാൻ ആത്മാവാണെന്നുള്ള ഭാവം തീരെ ഉണ്ടാവുന്നില്ല. കേവലം ബുദ്ധിതലത്തിലൊക്കെ ഉണ്ടാവും, പക്ഷെ പ്രായോഗിക തലത്തിൽ അത് ബോധിക്കാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ കഷ്ടപ്പെടുന്നു. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ വട്ടം കറങ്ങുന്നു, ഭ്രമിച്ചോടുന്നു. അപ്പം മായാകാര്യങ്ങളായ ശരീരം തുടങ്ങിയ ഉപാധികളിൽ തന്മയീഭാവത്തിൽ വർത്തിക്കുന്ന ജീവൻ തൻ്റെ യഥാർത്ഥമായ സ്വരൂപം ആത്മാവാണെന്നുള്ള സത്യം അറിയാതെ പ്രപഞ്ച വസ്തുക്കളിൽ അങ്ങനെ ഭ്രമിച്ച് സർവ ദുഃഖങ്ങൾക്കും വിധേയനായി പോകുന്നു. ഇതന്നെ ഒരു ഒളിച്ചുകളിയാണ്, ഇതൊരു മായയുടെ പണിയാണ്. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടണം. ആ രക്ഷപ്പെടാനുള്ള വഴിയാണ് ഇനി നമ്മളെ ബോധിപ്പിക്കാൻ പോകുന്നത്.